ഗൈസ്, കറന്റ് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്ത് പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: എ ബാറ്ററി ഓഫ് EMF 10 വോൾട്ട്. സോ EMF തന്നിട്ടുണ്ട്. EMF എന്ന് പറയുന്നത് 10 വോൾട്ട് ആണ്. ആൻഡ് ഇന്റേണൽ റെസിസ്റ്റൻസ് 3 ഓം. ഇന്റേണൽ റെസിസ്റ്റൻസ് സ്മോൾ r തന്നു, അത് 3 ഓം ആണ്. ഈസ് കണക്റ്റഡ് ടു എൻ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് R. ചോദ്യം ഇതാണ്: ഇഫ് ദ കറന്റ് ഇൻ ദ സർക്യൂട്ട് ഈസ് 0.5 ആംപിയർ. കറന്റ് തന്നു, അത് 0.5 ആംപിയർ ആണ്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് R? എക്സ്റ്റേണൽ റെസിസ്റ്റൻസിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. നമുക്കറിയാം EMF-നെയും വോൾട്ടേജിനെയും കറന്റിനെയും റെസിസ്റ്റൻസിനെയും ഒക്കെ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്, ടെർമിനൽ വോൾട്ടേജിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് V is equal to E minus I into small r ആണ്. നോക്കണേ, വോൾട്ടേജ് V എന്ന് പറഞ്ഞാൽ I into R ആണ്. സോ I into R is equal to E minus I into small r എന്ന് എഴുതാം. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റെസിസ്റ്റൻസ് R ആണ്. റെസിസ്റ്റൻസ് R is equal to E minus I into small r divided by I എന്ന് കിട്ടും. EMF നമുക്ക് തന്നിട്ടുണ്ട്, അത് 10 വോൾട്ട് ആണ്. 10 മൈനസ് കറന്റ് തന്നു, അത് 0.5 ആംപിയർ ആണ്. 0.5 into ഇന്റേണൽ റെസിസ്റ്റൻസ് 3 ആണ്, ഡിവൈഡഡ് ബൈ 0.5. 10 minus 0.5 into 3, that is 1.5 divided by 0.5. 10 minus 1.5 എന്ന് പറഞ്ഞാൽ 8.5 ആണ്. 8.5 divided by 0.5, that is 85 divided by 5, that is equal to 17 ohm എന്ന് ആൻസർ കിട്ടി. ബൈ ബൈ.